ഇതാണ് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിന്റെ സിമ്പിൾ. എന്നാൽ 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതുപോലൊരു സിമ്പിൾ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. മറിച്ച് ഇന്ത്യൻ കറൻസി റെപ്രസെന്റ് ചെയ്തത് INR അഥവാ റുപ്പീസ് എന്ന് എഴുതിയായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന സിമ്പിൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്? ദിസ് ഈസ് അനദർ ഡേ ഓഫ് ഷെയറിംഗ് സിമ്പിൾ സ്റ്റോറീസ് വിത്ത് വാല്യുബിൾ ലെസൺസ്. പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങൾ അവരുടെ കറൻസി റെപ്രസെന്റ് ചെയ്തത് റുപ്പീസ് എന്ന പേരിലായിരുന്നു. ഒരേ പേര് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ കറൻസിക്ക് ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഒരു യൂണീക്നെസ്സോ ഐഡന്റിറ്റിയോ ഇല്ലാതെ. അതുകൊണ്ട് 2010 ഇന്ത്യ തീരുമാനിക്കുകയാണ് ഡോളർ യൂറോയും പോലെ നമ്മുടെ രാജ്യത്തെ കറൻസി റെപ്രസെന്റ് ചെയ്യാനും നമുക്കൊരു ചിഹ്നം വേണമെന്ന്. അതിനായി ഒരു ഡിസൈൻ മത്സരം സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ഡിസൈനുകൾ സബ്മിറ്റ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ഡോക്ടർ ഉദയകുമാർ ഡിസൈൻ ചെയ്ത ഈ സിമ്പിളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉദയകുമാർ ഈ ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്ത് ഹിന്ദി ലെറ്ററായ രായും റോമൻ ലെറ്ററായ ആറും കമ്പൈൻ ചെയ്തിട്ടാണ്. ഈ സിമ്പിളിന്റെ മുകളിലുള്ള 2 വരകൾ ഇക്വാലിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ ഈ സിമ്പിളിന്റെ ഇടയിലുള്ള സ്പേസ് നമ്മുടെ ദേശീയ പതാകനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ റുപ്പീസിന്റെ ചിഹ്നം കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ ഈ ഒരു കഥയുണ്ടെന്ന് നിങ്ങൾ ഓർക്കണം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോസും കാണാൻ ശ്രമിക്കുക.